നമസ്കാരം. ഞങ്ങൾ കേരളത്തിലെ ഒരുപാട് ദീർഘദൂര ട്രെയിനുകളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേരളത്തിൽ തന്നെ ഏറ്റവും കുറവ് ദൂരം ഓടുന്ന ഒരു ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഗുരുവായൂരാണ്. ഗുരുവായൂരിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ കറക്റ്റ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇവിടുന്ന് നേരെയാണ് ആ ക്ഷേത്ര ഭാഗത്തേക്കൊക്കെ പോകാനുള്ളത്. അതിന് പുറമെ തന്നെ ഇവിടെ ഒരു ബോർഡുണ്ട്. ഇതിൽ എവിടത്തേക്കൊക്കെയാണ് പോകേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേരെയാണ്, അതുപോലെ കൊടുങ്ങല്ലൂർ നേരെയാണ്, ഗുരുവായൂർ ക്ഷേത്രം വലത് ഭാഗത്തേക്ക്, തൃശ്ശൂർ ഇടത് ഭാഗത്തേക്ക്. നമുക്ക് ആദ്യം ക്ഷേത്ര ഭാഗത്തേക്ക് പോയിട്ട് വരാം, എന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് പോവാം. റെയിൽവേ സ്റ്റേഷൻ 100 മീറ്റർ ദേര് കാണുന്ന വഴി. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ കാണാം. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ബോർഡൊക്കെ ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്, ഗുരുവായൂർ. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോ ആക്കാം. നമ്മൾ അന്ന് വന്ന സമയത്ത് നടന്നിട്ട് തന്നെയാണ് പോയത്. ഇന്ന് നമുക്ക് നടന്നിട്ട് തന്നെ പോവാം. ഈ നടന്നു പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് റൂംസൊക്കെ അവൈലബിൾ ആണ്. അടിപൊളി റൂംസൊക്കെ ഇവിടെ കിട്ടും. തൊട്ട് മുന്നിലതാ നമ്മുടെ ക്ഷേത്രം. ക്ഷേത്രത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടം തുടങ്ങുന്ന ഇവിടെ മുതലാണ്. നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് നടന്നു പോവാം. ഇന്നിവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. അതാ ആ ഒരു ഭാഗത്തൊക്കെ ക്യൂ നിൽക്കുക. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ടൈപ്പ് വണ്ടിയൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. ഇതൊക്കെ ദർശനത്തിന് വേണ്ടിയിട്ടുള്ളവരെ ക്യൂ ആണ്. ഇവിടം വരെയാണ് നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റുക. ഇതിൻ്റെ അകത്തോട്ടൊന്നും ക്യാമറയൊന്നും അലൗഡല്ല. ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് ഇതുവഴിയാണ് കയറുക. ക്ഷേത്ര ഭാഗത്തു നിന്നൊക്കെ ഞങ്ങളിനിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തോട്ട് പോവുകയാണ്. ആ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് പാൻറ്റൊന്നും ഇട്ടിട്ട് കയറാൻ പറ്റില്ല, മുണ്ടുകൊടുക്കണം. ഇനിയിപ്പോൾ ഇതുവഴി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും ഇവിടെ പേര് എഴുതിയിട്ടുണ്ട്, ഗുരുവായൂർ. ഇനിയിപ്പോൾ നേരെ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാം. നമുക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് ഇതാണ്, WP7 റോയാപുരം. ഇതാണ് ട്രെയിൻ. ഈ ഒരു ട്രെയിനാണ് ഇനിയിപ്പോൾ തൃശ്ശൂർ വരെ യാത്ര ചെയ്യാനുള്ളത്. ഗുരുവായൂരിൽ നിന്ന് കറക്റ്റ് 9:15. ഇനി ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ റിട്ടയർ റൂമൊക്കെ ഉണ്ട് കേട്ടോ. റിട്ടയർ റൂമുണ്ട്, ഡോർമെട്രിയും ഉണ്ട്. ഞങ്ങൾ ഇവിടുത്തെ ഡോർമെട്രിയിലേക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ഡോർമെട്രി റിട്ടയർ റൂമൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ബാഗ് ഉണ്ടായത് ഇവിടുത്തെ ക്ലോക്ക് റൂമിലാണ്. ഒരു ബാഗിന് 20 രൂപയും 2 ബാഗ് വെച്ചപ്പോൾ 40 രൂപയും. നമുക്ക് അങ്ങ് ആ പുറകിൽ പോയി കയറാം. റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ ഫുഡ് കോർട്ടൊന്നുമില്ല. ഇതൊക്കെ ഓപ്പൺ ആവണത്ര, ഭാവിയിൽ വരുമെന്ന് വിശ്വസിക്കാം. പിന്നെ ഇവിടെ റൂഫിൻ്റെ പരിപാടിയൊക്കെ നടന്ന് വരിക. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഇതിൻ്റെ വർക്കൊക്കെയാണ് നടക്കുന്നുണ്ടായത്. അത് കംപ്ലീറ്റ് ആയി. എല്ലായിടത്തും പൈപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്കങ്ങ് ആ ഒരു പുറകിലായിട്ടും കയറാം. ഇത് ലേഡീസ് ഓൺലിയാണ്. ഇത് ഇവിടെ ഒരു നീല കോച്ച്. ഇപ്പം ഇതൊന്നും കാണാനില്ലല്ലോ അല്ലേ, അപൂർവമാണ് ഇതൊക്കെ. ഇത് ഏത് വർഷം നിർമ്മിച്ച കോച്ചാന്നും കൂടെ കണ്ട. ഇതിന് വലിയ വഴക്കൊന്നുമില്ല കേട്ടോ. 2017 നിർമ്മിച്ച കോച്ചാണ്. ഇത് ലേഡീസ് ഓൺലിയാണ്. എന്തായാലും ഇതിൽ കയറാൻ പറ്റില്ല, അങ്ങ് പുറകിലോട്ട് പോവാം. പിന്നെ ഇവിടേക്ക് നല്ല ഇങ്ങനത്തെ മരങ്ങളൊക്കെ ഉണ്ട്, നല്ല തണലൊക്കെ ഉണ്ടാവും. ഇതൊക്കെ മൊത്തം കാര്യമായിട്ടാണുള്ളത്. ആ ഒരു കയറി വരുന്ന ഭാഗത്ത് മാത്രമേ തിരക്കുള്ളൂ. ഇവിടെ ഒന്നും തിരക്കേ ഇല്ല. ഇവിടെ എവിടെയും കയറാം. ഈ ഒരു ട്രെയിനിൻ്റെ തൃശ്ശൂരിൽ നിന്ന് വരുമ്പം ഇവിടത്തേക്ക് വന്ന ഒരു ലോക്കോമോട്ടീവാണിത്. WP7 തന്നെയാണിതും. ഇത് ഈ റോഡിൻ്റെ ആണ് ലോക്കോമോട്ടീവ് ഷെഡ് വരുന്നത്. ഇവിടെ ഇതാ ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ്. നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലെ ഭാഗത്തേക്കൂടെ നടക്കുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടുപിട്ടിരിക്കുകയാണ്. ബ്രോന്റെ പേര് പറഞ്ഞോ? എൻ്റെ പേര് റിച്ചി. എവിടെയാണ് വീട്? വീട് ആറന്മുള. ആറന്മുള നമ്മളെ പത്തനംതിട്ടല്ലേ? അപ്പം ബ്രോ ഈ വണ്ടി തന്നെ തൃശ്ശൂർക്ക് ഇന്നലെയാണ് വന്നതല്ലേ? അപ്പം ബ്രോനെ കണ്ടുമുട്ടിയതിൽ എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട്. കണ്ടതിലും എല്ലാവരും സന്തോഷം. അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം
കുറെ ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ കുറച്ച് സമയമല്ലേ ഉള്ളൂ, അപ്പൊ പെട്ടെന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഈ തൃശ്ശൂരൊക്കെ വഴി നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ ചോദിക്കണ്ടേ നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താ, തൃശ്ശൂരാകെ ട്രെയിൻ 3 മിനിറ്റ് ഒക്കെ ഉള്ള സ്റ്റോപ്പുള്ളൂ. ആ സമയത്ത് ഒരുപാട് പേരെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ കുറെ നേരം ടൈം കിട്ടുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ബ്രോ, എന്നാൽ ശരി. ഓക്കെ ബ്രോ, പോയതായിരുന്നു. ഗുരുവായൂർ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് GUV എന്നാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ ട്രെയിനിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ റേക്ക് ഷെയറിംഗ് ഒക്കെ പറയണമല്ലോ. ഈ ട്രെയിൻ എറണാകുളത്ത് നിന്ന് കായംകുളത്തേക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ എറണാകുളത്തേക്ക് ഗുരുവായൂരേക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഗുരുവായൂരിൽ നിന്ന് പുനലൂരിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ പോകുന്ന വണ്ടി ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂരേക്ക്. ഈ വണ്ടി രാവിലെ ഇവിടത്തോട്ട് വന്നത് എറണാകുളത്ത് നിന്ന് ഗുരുവായൂരിലേക്കുള്ള എക്സ്പ്രസ് ആയിട്ടാണ്. ഇപ്പോൾ ഇതിൽ ഇവിടെ എവിടെയെങ്കിലും കയറാം, ആരുമില്ല. ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഇരിക്കാം അല്ലേ, ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം, ആരും ഇല്ല എന്ന് പറയാം, നമുക്ക് എവിടേക്ക് ഇരിക്കാമല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഇന്ന് യാത്ര ചെയ്യുന്ന ട്രെയിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നിലവിൽ കേരളത്തിലൂടെ മാത്രം ഓടുന്ന ട്രെയിനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ ഓടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴി കാസർഗോഡ്ക്ക് പോകുന്ന വന്ദേ ഭാരതാണ്. 586 കിലോമീറ്ററാണ് കേരളത്തിലൂടെ ആ വണ്ടി കടന്നു പോകുന്നത്. അതേപോലെ തന്നെ കേരളത്തിലൂടെ മാത്രം സർവീസ് ചെയ്യുന്നതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടില്ല, അതായത് കുറവ് ദൂരം ഓടുന്ന ട്രെയിനാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഈ വണ്ടി. വെറും 23 കിലോമീറ്റർ മാത്രമാണ് ഈ ട്രെയിൻ ഓടുന്നത്. നമ്മുടെ ഗുരുവായൂരിന്ന് പൂങ്കുന്നം, തൃശ്ശൂർ, ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റോപ്പുകളൊക്കെ വരുന്നത്. 23 കിലോമീറ്റർ കവർ ചെയ്യാൻ ഈ ട്രെയിൻ വെറും 40 മിനിറ്റ്, അത്രമാത്രം, ഒരു അരമണിക്കൂർ 40 മിനിറ്റ് മാത്രമേ സമയം എടുക്കുന്നുള്ളൂ. ഇനി ഗുരുവായൂരിന് തൃശ്ശൂരിലേക്ക് വന്ന ടിക്കറ്റ് ചാർജിനെ പറ്റി പറയാം. വെറും 23 കിലോമീറ്ററേ ഉള്ളൂ, ഒരാൾക്ക് 10 രൂപ. അതായത് ഇപ്പം പാസഞ്ചറിൻ്റെ ആ ഒരു ഫെയർ തന്നെ വന്നു. മുൻപ് എക്സ്പ്രസിൻ്റെ ഫെയർ ആണല്ലോ, അതായത് 30 രൂപ. ഇതൊക്കെ മാറ്റി ഇത് ഏതൊരു സാധാരണക്കാരനും താങ്ങാവുന്ന ചാർജായി. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 9:15 തന്നെ നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇവിടെ ടോട്ടലി 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ആയത് 1994 ഗുരുവായൂരിനോട് വിട. തൃശ്ശൂരിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ വണ്ടി ഇതാ കുതിക്കാൻ വേണ്ടി പോവുകയാണ്. പുറത്തേക്കുള്ള വഴി. ഇത് ലേഡീസ് വെയിറ്റിംഗ് റൂം, ഇത് നോർമൽ വെയിറ്റിംഗ് റൂം. ഗുരുവായൂർ, ഇവിടെയാണ് റിട്ടയറിംഗ് റൂംസ്. ഗുരുവായൂർ എന്നുള്ള ഒരു നെയിം ബോർഡ് കിട്ടാം. ഈ ട്രെയിനിൽ അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് നല്ല സുഖത്തിൽ യാത്ര ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗുരുവായൂരിന് തൃശ്ശൂർ പോകുന്ന വഴിക്ക് പൂങ്കുന്ന റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. പക്ഷെ അതിന് മുന്നേ, പൂങ്കുന്ന് എത്തുന്നതിന് മുന്നേ തന്നെ അമലാനഗർ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിലവിൽ സ്റ്റോപ്പൊന്നും കാണുന്നില്ല. എനിക്കൊന്നും ആ റെയിൽവേ സ്റ്റേഷൻ്റെ നിലവിലത്തെ അവസ്ഥ എന്താണെന്നും അറിയില്ല. കാരണം അമലാനഗർ എന്ന് പറഞ്ഞൊരു ബോൾട്ട് ഉണ്ടായിരുന്നു മുന്നേ, പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല. കൃഷിപ്പാടം. മഴക്കാലത്ത് എന്ത് നല്ല ഭംഗിയായിരിക്കും എന്നറിയാം. നല്ല പച്ചപ്പിൽ ഇങ്ങനെ മൂടി നിൽക്കും ഈ ഒരു ഭാഗം മുഴുവൻ വെയിലാണല്ലോ. ട്രെയിൻ അത്യാവശ്യത്തിന് നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. ഇതങ്ങ് ഏക്കർ കണക്കിനുണ്ട് ഈ ഒരു കൃഷി. ഈ ഭാഗത്തോടെ പോകുമ്പോൾ മുഴുവനും കാണാനായിട്ട് സാധിക്കുന്നത് നെൽകൃഷിയാണ്. ട്രെയിൻ പോകുന്ന സ്പീഡ് 86 കിലോമീറ്റർ. 90 തന്നെയാണ് പോകുന്നത്. 90 കിലോമീറ്റർ പെർ ഹവർ.
കമലാ നഗർ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗം കഴിഞ്ഞു. പക്ഷെ സ്റ്റേഷൻ കണ്ടിട്ടില്ല. എനിക്കൊന്ന് നല്ല പിടിച്ച് പൊളിച്ചെന്ന് തോന്നുന്നു. പണ്ടുണ്ടായ ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും അത്. അതിനുശേഷം അതിൻ്റെ ഒരു അപ്ഡേഷൻ ഒന്നും ഇല്ലേ ഇല്ല. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ എത്താനായി. നമ്മളിപ്പം മെയിൻ ലൈനിലോട്ട് കയറും. അത് കാരണമാണ് ഇപ്പോൾ ഇതാ ഇവിടെ സിഗ്നലിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ്. അതായത് ആ ഒരു വഴി ഇപ്പോൾ ഏതെങ്കിലും വണ്ടി കടന്നു പോകാനുണ്ടാവും. അത് കാരണം തന്നെയാണ് ഇത് ഇവിടെ നിർത്തിയിട്ടുള്ളത്. ഈ ഒരു സ്ഥലത്ത് ഇതിലൂടെ ഇതാ ഒരു റോഡൊക്കെ ഉണ്ട്. ഓ, ഇത് പോകാനാണ് ഇവിടെ നിർത്തിയത്. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത്. അതങ്ങ് അതിലൂടെ പോയി. അത് പോയി. അതിനുശേഷം ഇതാ നമ്മളെ വണ്ടി എടുത്തു. നമ്മൾ ഇത്രയും നേരം വന്ന സിംഗിൾ ട്രാക്ക് എന്നൊക്കെ മാറി മെയിൻ ലൈനിലോട്ട് ഇതാ കയറുകയാണ്. ഇതാണ് മെയിൻ ലൈൻ. ഷൊർണൂരിൽ നിന്ന് വരുന്ന ലൈനാണ്. അതുപോലെ തന്നെ നേരത്തെ കടന്നുപോയൊരു വന്ദേ ഭാരതിൻ്റെ കാര്യം വീടിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ആ വണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം ഓടുന്ന ഏറ്റവും കൂടുതൽ ദൂരത്തിൽ ഓടുന്ന ട്രെയിനാണ്. 586 കിലോമീറ്റർ ഓടുന്ന വണ്ടി. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും കുറവ് ദൂരത്തിൽ ഓടുന്ന വണ്ടി, വെറും 23 കിലോമീറ്റർ. ആ 2 ട്രെയിനും ഒരുമിച്ച് തന്നെ കണ്ടുമുട്ടാൻ സാധിച്ചു, അതും ഈ ഒരു വീഡിയോയിലൂടെ. ഇപ്പോഴൊന്നും ഇങ്ങോട്ടൊരു വണ്ടിയില്ല. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കുമ്പോൾ മറ്റൊരു സംശയപരമായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. നമ്മളൊരു വേറൊരു ലൈനിൽ നിന്നാണ് കയറുന്നത്, അതായത് വേറൊരു ദിശയുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ ഒരു ജംഗ്ഷൻ ആവേണ്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ പൂങ്കുന്നം ജംഗ്ഷൻ അല്ല. അതായത് തമിഴ്നാട്ടിൽ തന്നെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലായിടത്തും ജംഗ്ഷനാണ്. അതുപോലെ തന്നെ ഗുജറാത്ത്, രാജസ്ഥാൻ ആ ഭാഗത്തെല്ലാം പോയാൽ കാണുന്ന ഭാഗം മുഴുവൻ ജംഗ്ഷനാണ്. ഇവിടെ ഇത്രയും നല്ലൊരു റൂട്ട് വന്നിട്ട് ഇതെന്തുകൊണ്ടാണ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആകാത്തത് എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ജംഗ്ഷൻ വരുന്നത് വെച്ചാൽ സ്വാഭാവികമായിട്ട് 2 ദിശയിലേക്ക് എന്തായാലും ലൈനുകൾ പോകും. അത് ജംഗ്ഷൻ അല്ല, മൂന്നാമതൊരു ലൈനും കൂടെ വരും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ജംഗ്ഷൻ വരേണ്ടതാണ്. ഇവിടെ അതില്ല. റെയിൽവേ സ്റ്റേഷൻ എത്തി. പൂങ്കുന്നം, ഇതാണ് പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ വേറൊരു നെയിം ബോർഡും കൂടി ഉണ്ട്. ഈ ജംഗ്ഷൻ വരുന്ന എല്ലാ റെയിൽവേ സ്റ്റേഷനിലും കുറഞ്ഞതൊരു 3-4 ട്രാക്കുകളൊക്കെ ഉണ്ടാവും. ഇവിടെ ടോട്ടൽ നിങ്ങൾ നോക്കിക്കോ, നോർമൽ ഒരു റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയാണോ 2 ലൈൻ മാത്രം. അതും ഒരു ഇതാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഒരു ലൂപ്പ് ലൈനോ അങ്ങനെ ഒന്നും തന്നെ ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന ഈ ഒരു ലൈൻ, നമ്മൾ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ലൈൻ അത് മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ ലൂപ്പ് ലൈൻ ഇല്ല. ലൂപ്പ് ലൈനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കാണല്ലോ നമ്മളെന്ന് പറയുക ജംഗ്ഷൻ വരിക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ലൂപ്പ് ലൈനൊന്നും ഇല്ല. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന ലൈനാണെങ്കിലും അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ പൂങ്കുന്നം ജംഗ്ഷൻ ആവാത്ത കാരണം ഈ ജംഗ്ഷന് കുറച്ച് മാറിയിട്ടാണ് എന്താ പറയുക മറ്റേ ഗുരുവായൂർ ഡയറക്ഷൻ വരുന്നത്. അതുകൊണ്ടാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ടെക്നിക്കലി ഒരു വിഷയം, ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആ ഒരു ഇങ്ങനത്തെ കുറവ് കൊണ്ടോ ആയിരിക്കാം ഇതൊരു ജംഗ്ഷനായിട്ട് പരിഗണിക്കാത്തത്. കാരണം ആയിരിക്കല്ല പിന്നെ അല്ല, ഈ ദൂരം കൂടുതലില്ലേ അതൊക്കെ വെറുതെയാണ്. കാരണം ഞങ്ങൾ എത്ര സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, എത്രയോ ദൂരത്തുനിന്ന് മാറിയിട്ട് ജംഗ്ഷനായ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്ര മീറ്റർ അങ്ങനെയൊക്കെ ഒരു കണക്ക് വെച്ചിട്ടാണ് പറഞ്ഞത്. തീർച്ചയായും. അപ്പം വേറെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഈ ഒരു ക്രമീകരണം, എക്സാമ്പിൾ ലൂപ്പ് ലൈൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതായിരിക്കാം. ഇനി അല്ലാത്ത വേറൊന്നും കാരണം നിങ്ങൾക്ക് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. കാരണം ഇതൊക്കെ അറിവാണല്ലോ. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനും അങ്ങനെ വണ്ടി എടുത്തിരിക്കുകയാണ്. അടുത്ത ഇതിന്റെ ഡെസ്റ്റിനേഷനായ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ വണ്ടി കുതിക്കുകയാണ്.
ഏറനാട് എക്സ്പ്രസ് തിരുവനന്തപുരം മംഗളൂരു. ഇത് കൊറേ താഴ്ചയിലാ ഉള്ളത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ട്രെയിൻ എന്തായാലും 1ലേക്ക് പോവില്ല, 2ലേക്കും പോവില്ല, 3ലേക്കേ പോവുള്ളൂ. കാരണം 1ഉം 2ഉം ബിസിയസ്റ്റ് ആണ്. അതായത് ഇപ്പം വന്ന് പോകുന്ന വണ്ടികളെ അവിടെ വരുള്ളൂ. എന്തായാലും ഇവിടെ പോയിട്ട് നിർത്തിയിടുന്ന വണ്ടിയാണല്ലോ, അതുകൊണ്ട് 3ലേക്കേ വരുള്ളൂ. ഇതാണ് 1ാം നമ്പർ പ്ലാറ്റ്ഫോം. തൃശ്ശൂർ എന്ന് പറയുന്നത് തന്നെ കേരളത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഏത് സമയം നോക്കിക്കഴിഞ്ഞാലും ട്രെയിനുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക്. ഗുരുവായൂരിൽ നിന്നും 23 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇപ്പോൾ ഇതാ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമീപം കറക്റ്റ് 9:51. പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്കാണ് നമ്മുടെ വണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശിവ പേരൂർ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ 4ാം നമ്പർ പ്ലാറ്റ്ഫോം വരുന്നത് ഇവിടെയാണ്. ഇതാ ഈ കാണുന്ന ഭാഗത്ത്. അവിടെയും വണ്ടി വരാറുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോവാം. പുറത്തുനിന്ന് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. ഇതുവഴി ആ ബ്രിഡ്ജൊക്കെ ഉണ്ട്, അതുവഴി നേരെ 1ാം നമ്പറിൻ്റെ അതിലൂടെ പുറത്തേക്ക്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഫുഡ് കോർട്ടും തന്നെ രാവിലത്തെ ഇഡ്ഡലി വടയൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ അതായത് നമ്മുടെ തൃശ്ശൂർ എന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഐ ലവ് സെൽഫി പോയിന്റ്. രാത്രിക്ക് ലേറ്റൊക്കെ വരണമെങ്കിൽ നൈറ്റ് ആവണം. പിന്നെ ഇവിടുത്തെ ഒരു പാർക്കിംഗ് ഒക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്താണ്. റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഒരു വ്യൂ ഇവിടുന്നാണ് കിട്ടുക. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു യാത്ര വെറും 23 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പെട്ടെന്നെത്തി. കയറിയത് ഇറങ്ങിയതും ഒരേപോലെ അല്ലേ? അല്ല, അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. ഏറ്റവും ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. 40 മിനിറ്റ് കൊണ്ട് തന്നെ വണ്ടി പെട്ടെന്ന് എത്തി. സമയം രാവിലെ 10:15 ഉള്ളൂ. ഇപ്പോൾ കേരളത്തിലത്തെ ചൂടിൻ്റെ കാര്യം പിന്നെ എടുത്ത് പറയണ്ടല്ലോ. കാരണം ഇപ്പം തന്നെ ഇവിടെ നിന്നിട്ട് തന്നെ വേർത്ത് കുളിച്ചു. അപ്പോൾ എന്താ പറയുക, വലിയൊരു യാത്രയായിരുന്നു. ഇത് വലിയൊരു സീരീസും കൂടിയായിരുന്നു. അപ്പോൾ അതൊക്കെ അവസാനിച്ച് ഞങ്ങളിനി വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ വീട്ടിലെത്തിയിട്ട് ഒരു 3-4-5 ദിവസം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം അടുത്തൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ ബൈ.